ഹലോ ക്ലാസ് 9 സ്റ്റുഡൻസ്. അപ്പോൾ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഈ വർഷം മാറിയിട്ടുണ്ട്. എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത്. പല കുട്ടികളും കൺഫ്യൂസ്ഡ് ആണ്, ടെൻസ്ഡ് ആണ്. അതായത് സിലബസ് മാറി, ടെക്സ്റ്റ് ബുക്ക് മാറി, സോ ഞങ്ങൾക്ക് റെഫർ ചെയ്യാൻ ഒന്നുമില്ല എന്നൊരു കൺഫ്യൂഷനാണ്. മക്കളെ, നിങ്ങൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതിയിൽ ഒരു ചെറിയ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഹൈ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ മിസ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എങ്ങനെ നിങ്ങൾ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ ടെക്സ്റ്റ് ബുക്കിനെ അപ്രോച്ച് ചെയ്യണമെന്നാണ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എക്സ്പ്ലോറേഷൻ ആ ടേമിൽ തന്നെ ഉണ്ട്, നിങ്ങൾ ആ ഒരു ബുക്കിനെ എങ്ങനെ കാണണമെന്ന് അല്ലേ. എക്സ്പ്ലോർ ചെയ്യുക, എക്സ്പ്ലോർ ദ വേൾഡ് ഓഫ് സയൻസ്, അതാണ് ആ ഒരു ടെക്സ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മിസ് ഒരു കാര്യം പറഞ്ഞു തരാം. 2 കുട്ടികളുണ്ട്. ഓക്കെ, ലെറ്റ് മീ ഗീവ് ഹിം അഖിൽ ആൻഡ് മീനാക്ഷി. ഓക്കെ, അപ്പോൾ അഖിൽ എന്താ ചെയ്യുന്നത്? അഖിൽ ടെക്സ്റ്റ് ബുക്ക് പാരഗ്രാഫ് ബൈ പാരഗ്രാഫ് ഇങ്ങനെ വായിച്ച് കോണ്ടന്റ് പഠിക്കുകയാണ്. പക്ഷെ മീനാക്ഷി എന്താ ചെയ്യുന്നതെന്ന് അറിയോ? മീനാക്ഷി ജസ്റ്റ് ഒരു 4 or 5 ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യാണ്, അതിൻ്റെ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. ആൻഡ് ഞാൻ പറയട്ടെ, മീനാക്ഷി ആയിരിക്കും വളരെ ഈസിലി ആ ഒരു ബുക്കിനെ കോൺക്വർ ചെയ്യുന്നത്. അതായത് വളരെ എളുപ്പത്തിൽ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്ന ടെക്സ്റ്റിനെ പഠിച്ചു തീർക്കുന്നത് മീനാക്ഷി ആയിരിക്കും. റീസൺ പറഞ്ഞു തരാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? മീനാക്ഷിയെ പോലെ ഈ ഒരു ടെക്സ്റ്റിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒരു 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിച്ചാൽ മതി ആ ഒരു ബുക്ക് എടുത്തിട്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് ആക്ടിവിറ്റീസ് തരുന്ന ഒരു ടെക്സ്റ്റാണ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് അല്ലേ. ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട് ആ ഒരു ടെക്സ്റ്റിൽ. അപ്പോൾ ആക്ടിവിറ്റി നിങ്ങൾ വായിച്ചു കഴിഞ്ഞിട്ട് ഈ 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ചോദിക്കുക, അതിനുള്ള ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കുക. ഫിനിഷ്ഡ്. ആ ഒരു ടോപ്പിക് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. നിങ്ങൾ അത് പഠിച്ച് തീർന്നിട്ടുണ്ടാകും. ഈ 5 ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കുമ്പോഴേക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് വാസ് ടേക്കൺ. എന്തൊക്കെയാണ് ആ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ എടുത്തിട്ടുള്ളത്? ഓക്കെ, എന്തൊക്കെ അപ്പാരറ്റസുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾ അവിടെ എടുത്തിട്ടുള്ളത്? ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കുക, ആൻസർ ചെയ്യുക. വാട്ട് വാസ് ഡൺ. ഓക്കെ, ഇതെല്ലാം എടുത്തു, അത് യൂസ് ചെയ്ത് നിങ്ങൾ അവിടെ എന്താണ് ചെയ്യുന്നത്? ഓക്കെ, ഇപ്പൊ നിങ്ങൾ കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്, നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. സാമ്പാറിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെ എടുക്കുന്നത്, എന്തൊക്കെ വെജിറ്റബിൾസ് നിങ്ങൾ അവിടെ എടുത്തു, എന്തൊക്കെ വെസൽസ് നിങ്ങൾ അവിടെ എടുത്തു, അതാണ് നിങ്ങൾ ആ ഫസ്റ്റ് നോക്കേണ്ടത്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്യുന്നു, അതിനെ വെസലിലിടുന്നു, പിന്നെ മസാലാസ് ആഡ് ചെയ്യുന്നു. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? വാട്ട് വാസ് ഡൺ അല്ലേ. അങ്ങനെയാണ് നിങ്ങൾ വാട്ട് വാസ് ഡൺ എന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്നത്. എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് വാസ് ഒബ്സർവ്ഡ്. നിങ്ങൾ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം എടുത്തു, അവിടെ ഈ ഒരു ആക്ടിവിറ്റി നിങ്ങൾ പെർഫോം ചെയ്തു. അത് കഴിയുമ്പോൾ നിങ്ങൾ അവിടെ എന്തൊക്കെയോ കാണും അല്ലേ. സംതിങ് യു വിൽ സീ ദെയർ. അതെന്തൊക്കെയാണ്? വാട്ട് യു വിൽ വിഷ്വലൈസ് ദെയർ. വാട്ട് വാസ് സംതിങ് ദാറ്റ് യു ഹാവ് ഒബ്സർവ്ഡ് ദെയർ. അതാണ് നിങ്ങൾ മൂന്നാമത് ചോദിച്ച് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ എന്ന് പറയുന്നത്. പിന്നെ നാലാമത്തത് വൈ ഡിഡ് ഇറ്റ് ഹാപ്പൻ. അപ്പം നിങ്ങൾ എന്തോ ഒബ്സർവ് ചെയ്തല്ലേ. ചിലപ്പോൾ നിങ്ങൾ ഒരു കളർ ചേഞ്ച് ഒബ്സർവ് ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഹീറ്റിൽ ഒരു ചേഞ്ച് ഒബ്സർവ് ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഒരു പുതിയതായിട്ട് ഒരു സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്തത് നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ എന്തൊക്കെയോ സെറ്റിൽ ആകുന്നത് പോലെയോ, അല്ലെങ്കിൽ അങ്ങനെ പല ഒബ്സർവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവും ഡിപ്പെൻഡിങ് അപ്പോൺ ദ ആക്ടിവിറ്റി അല്ലേ. അപ്പോൾ ആ ഒബ്സർവേഷൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. വാട്ട് വാസ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്. ഇഫ് ദർ ഇസ് എ കളർ ചേഞ്ച്, എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു കളർ ചേഞ്ച് വന്നത്? അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതിൻ്റെ റീസൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നോക്കേണ്ടതാണ്. വൈ ഡിഡ് ഇറ്റ് ഹാപ്പൻഡ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അതായിരിക്കും അവിടുത്തെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ അതിൻ്റെ സയൻസ് എന്ന് പറയുന്നത് അല്ലേ. അതിനുള്ളൊരു ആൻസർ നിങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിക്കുക. ആൻഡ് അത് കഴിഞ്ഞ് വാട്ട് ഡിഡ് വി ലേൺഡ്. എന്താണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കുന്നത്? നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എന്താണ് അവിടെ പഠിക്കുന്നത് എന്നാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നോട്ട് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ഈ ഒരു 5 ക്വസ്റ്റ്യൻസ് എപ്പോഴും എക്സ്പ്ലോറേഷൻ ടെക്സ്റ്റ്, അത് ബയോളജി ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ഏത് നിങ്ങൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിലും ഈ 5 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകും. അതിനുള്ള ആൻസേഴ്സ് ആയിരിക്കണം നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. കാരണം ഒരിക്കലും സയൻസ് എക്സാമുകൾക്ക് വലിയ വലിയ പാരഗ്രാഫുകളായിട്ടോ അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ ചോദിക്കുക.
മോസ്റ്റ്ലി ഇവർ പ്രിഫർ ചെയ്യുന്നത് എന്താണ്, നമുക്ക് ഒരു റീസണിങ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ ഒബ്സർവേഷൻ എന്നോ ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് മോസ്റ്റ്ലി നമ്മൾ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത്. അപ്പം നിങ്ങൾ വെറുതെ പാരഗ്രാഫ് ബൈ പാരഗ്രാഫ് വായിച്ച് കാണാതെ പഠിച്ചു പോയിട്ട് ഒരു കാര്യവുമില്ല. നമുക്ക് ബൈ ഹാർട്ട് എന്ന് പറയുന്ന ഒരു സാധനമേ ഇവിടെ വേണ്ട. എന്താണ്, സ്മാർട്ടായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 5 ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ കണ്ടുപിടിക്കുക. അത്രയേ ഉള്ളൂ നമുക്ക് അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ മക്കളെ, മനസ്സിലായോ അത്? അപ്പം എന്ത് ചെയ്യുക, ഫസ്റ്റ് the golden formula is what? The golden formula is observe, think, explain and apply. ഇത്രയേ ഉള്ളൂ. എന്താണ്, നിങ്ങൾ ഒബ്സർവ് ചെയ്യുക, അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഒബ്സർവേഷൻ. സയൻസ് സ്റ്റുഡൻറ് ഷുഡ് ബി എ വെരി ഗുഡ് ഒബ്സർവർ. വളരെ നന്നായി ഒബ്സർവ് ചെയ്യുന്നവരായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ കുട്ടികളോട് ക്ലാസ്സിൽ പറയാറുണ്ട്, നിങ്ങൾ ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ ആ കോൺസെപ്റ്റ് ആ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ക്ലാസ് റൂമിൻ്റെ അകത്ത് ഒതുങ്ങി നിൽക്കരുത്. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യണം, ചുറ്റും നോക്കണം. യെസ്, വേർ ഐ ക്യാൻ അപ്ലൈ ദിസ്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ഈ ഒരു കോൺസെപ്റ്റിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. ആ രീതിയിലാണ് നിങ്ങൾ പഠിക്കേണ്ടത്. കാരണം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ജസ്റ്റ് ഈ ഒരു ബോർഡ് എക്സാം എഴുതാൻ വേണ്ടി മാത്രമല്ല പഠിക്കുന്നത്. വി ഹാവ് എ ലോട്ട് ടു ഡു വിത്ത് ഇറ്റ്. നമുക്ക് ഗുഡ് സയൻറ്റിസ്റ്റുകൾ ഉണ്ടായി വരണം അല്ലേ? അപ്പോൾ ഫസ്റ്റ് തിങ് എന്താണ്, ഒബ്സർവ് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ മതിയോ? ഓക്കെ, അവിടെ ഒരു കളർ ചേഞ്ച് ഉണ്ടായി, എന്നാൽ ശരി എന്ന് പറഞ്ഞ് പോയി മതിയോ? ഇല്ല. എന്തുകൊണ്ട് അവിടെ അങ്ങനെ സംഭവിക്കുന്നു? അതായത് യു നീഡ് ടു തിങ്ക് വൈ ഇറ്റ് ഹാപ്പൻഡ് അല്ലേ? വൈ ഇറ്റ് ഹാപ്പൻഡ് തിങ്ക് ചെയ്യുക. തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു എക്സ്പ്ലനേഷൻ. ഓഫ് കോഴ്സ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ആക്ടിവിറ്റീൻ്റെയും പ്രിൻസിപ്പിൾ എന്താണെന്ന് അതിൽ കൊടുത്തിട്ടുണ്ടാകും. വൈ ഇറ്റ് ഹാപ്പൻഡ് എന്ന് അതിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ കണക്ട് ചെയ്യുക, ആൻഡ് അത് കഴിഞ്ഞ് അത് അപ്ലൈ ചെയ്യുക. ഓക്കെ, ആ ഒരു ആക്ടിവിറ്റി അവിടെ നിൽക്കുന്നതല്ല അല്ലേ, ആ സെയിം പ്രിൻസിപ്പിൾ ആപ്ലിക്കേഷൻ വരുന്ന വേറെ കാര്യങ്ങളും ഉണ്ടാകും, അതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അങ്ങനെ നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വേൾഡ് ഓഫ് സയൻസ് അത് എക്സ്പ്ലോർ ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ ടെക്സ്റ്റ് ബുക്ക് തന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഈ ആക്ടിവിറ്റിയിലൂടെ എന്ത് ചെയ്യുന്നുണ്ടാകും, ഒരുപാട് തിയറീസും കോൺസെപ്റ്റ്സും നിങ്ങൾ പഠിക്കുന്നുണ്ടാകും. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മൈൻഡിലേക്ക് എന്ത് ചെയ്യുന്നുണ്ടാകും, ആ ഒരു കോൺസെപ്റ്റ്സ് ഒക്കെ ഫീഡ് ആകുന്നുണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യുക, വളരെ നന്നായിട്ട് നിങ്ങൾ എൻജോയ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ഈ ഒരു വർഷം നിങ്ങൾ സയൻസ് പഠിക്കാൻ വേണ്ടിയിട്ട്. സോ എക്സ്പ്ലോറേഷന് നിങ്ങൾ ഇങ്ങനെ അപ്രോച്ച് ചെയ്യുക, ആൻഡ് ഇങ്ങനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് ഇൻ ടു എ വെരി ഗുഡ് സ്കോർ ഇൻ യുവർ ബോർഡ് എക്സാം. ഓക്കെ, നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് ക്ലാസ് 9th സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് മിസ് വരാം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.